തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആദ്യമുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. ജെർമിയ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം. ജെർമിയ കിണറ്റിൽ. മത്താന്റെ പുത്രൻ ഷെഫാത്തിയ, പാഷൂറിന്റെ പുത്രൻ ഗദാലിയ, ഷെലേമിയായുടെ പുത്രൻ യൂക്കാൽ, മിൽക്കിയായുടെ പുത്രൻ പാഷൂർ എന്നിവർ ജെർമിയ ജനത്തോട് ഇപ്രകാരം പറയുന്നത് കേട്ടു. കർത്താവ് അരുൾ ചെയ്യുന്നു, ഈ നഗരത്തിൽ വസിക്കുന്നവരെല്ലാം വാളും ക്ഷാമവും പകർച്ചവ്യാധിയും വഴി മരിക്കും. എന്നാൽ കൽദായരുടെ അടുക്കലേക്ക് പോകുന്നവർ ജീവിക്കും. കൊള്ള മുതലായി തീർന്ന അവർക്ക് ജീവൻ നഷ്ടപ്പെടുകയില്ല. ഈ നഗരം ബാബിലോൺ രാജാവിന്റെ സൈന്യങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവൻ അത് കീഴടക്കുകയും ചെയ്യും. കർത്താവ് അരുൾ ചെയ്യുന്നു. അപ്പോൾ പ്രഭുക്കന്മാർ രാജാവിനോട് പറഞ്ഞു, ഇവനെ വധിക്കണം. ഇപ്രകാരമുള്ള വാക്കുകൾ കൊണ്ട് നഗരത്തിൽ അവശേഷിച്ചിരിക്കുന്ന സൈന്യങ്ങളെയും ജനങ്ങളെയും ഇവൻ നിർവീര്യമാക്കുന്നു. ജനത്തിന് നന്മയല്ല, നാശമാണ് ഇവൻ ആഗ്രഹിക്കുന്നത്. സിദെക്കീയ രാജാവ് പറഞ്ഞു, ഇതാ അവൻ നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾക്കെതിരെ യാതൊന്നും ചെയ്യാൻ രാജാവിന് സാധിക്കുകയില്ലല്ലോ. അവർ ജെർമിയായെ കാവൽപ്പുരയുടെ മുറ്റത്തുണ്ടായിരുന്ന കിണറ്റിലേക്ക് ഇറക്കി. രാജകുമാരൻ മിൽക്കിയായുടെ കിണർ എന്നറിയപ്പെടുന്ന അതിലേക്ക് അവനെ കയറിൽ കെട്ടിത്താഴ്ത്തി. കിണറ്റിൽ ചെളിയല്ലാതെ വെള്ളം ഇല്ലായിരുന്നു. ജെർമിയ ചെളിയിൽ താണു. അവർ ജെർമിയായെ കിണറ്റിൽ താഴ്ത്തിയെന്ന് കൊട്ടാരത്തിലുണ്ടായിരുന്ന എത്യോപ്യക്കാരനായ എബേദ്മേലെക്ക് എന്ന ഷണ്ഡൻ കേട്ടു. രാജാവ് ബെഞ്ചമിൻ കവാടത്തിൽ ഇരിക്കുകയായിരുന്നു. എബേദ്മേലെക്ക് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് രാജാവിനോട് പറഞ്ഞു, യജമാനനായ രാജാവേ, ജെർമിയായെ കിണറ്റിൽ താഴ്ത്തിയ ഇവർ തിന്മ ചെയ്തിരിക്കുന്നു. അവൻ അവിടെ കിടന്നു വിശന്നു മരിക്കും. ജനത്തിന്റെ അപ്പം തീർന്നു പോയിരിക്കുന്നു. രാജാവ് എത്യോപ്യക്കാരനായ എബേദ്മേലെക്കിനോട് കൽപ്പിച്ചു, നീ ഇവിടെ നിന്ന് 3 പേരെയും കൂട്ടിക്കൊണ്ട് ജെർമിയ പ്രവാചകനെ മരിക്കുന്നതിന് മുമ്പ് കിണറ്റിൽ നിന്ന് കയറ്റുക. അതനുസരിച്ച് എബേദ്മേലെക്ക് ആളുകളെയും കൂട്ടിക്കൊണ്ട് കൊട്ടാരത്തിൽ വസ്ത്രം സൂക്ഷിക്കുന്ന മുറിയിൽ നിന്ന് കീറിയ പഴന്തുണികളെടുത്ത് ജെർമിയായ്ക്ക് കിണറ്റിലേക്ക് കയറ് വഴി ഇറക്കി കൊടുത്തു. ഈ പഴന്തുണികൾ കക്ഷത്തിൽ വെച്ച് അതിനു പുറകെ കയറിടുക എന്ന് അവൻ ജെർമിയായോട് പറഞ്ഞു. ജെർമിയ അങ്ങനെ ചെയ്തു. അവർ ജെർമിയായെ കിണറ്റിൽ നിന്ന് കയറുകൊണ്ട് വലിച്ചു കയറ്റി. ജെർമിയ കാവൽപ്പുരത്താവളത്തിൽ വാസം തുടർന്നു. സിദെക്കീയ ഉപദേശം തേടുന്നു. സിദെക്കീയ രാജാവ് കർത്താവിന്റെ ആലയത്തിന്റെ 3-ാം കവാടത്തിലേക്ക് ജെർമിയ പ്രവാചകനെ ആളയച്ചു വരുത്തി. ഞാൻ നിന്നോട് ഒന്ന് ചോദിക്കാം, ഒന്നും മറച്ചു വെക്കരുത് എന്ന് പറഞ്ഞു. ജെർമിയ സിദെക്കീയയോട് പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ നീ എന്നെ കൊല്ലുകയില്ലേ? എന്റെ ഉപദേശം നീ സ്വീകരിക്കുകയില്ല. അപ്പോൾ സിദെക്കീയ രാജാവ് ജെർമിയായോട് രഹസ്യമായി ശപഥം ചെയ്തു പറഞ്ഞു, നമുക്ക് ജീവൻ നൽകിയ കർത്താവാണേ, ഞാൻ നിന്നെ വധിക്കുകയോ വധിക്കാൻ ശ്രമിക്കുന്നവരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയോ ഇല്ല. അപ്പോൾ ജെർമിയ സിദെക്കീയയോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, ബാബിലോൺ രാജാവിന്റെ പ്രഭുക്കന്മാർക്ക് നീ കീഴ്പ്പെടുകയാണ് എങ്കിൽ നിന്റെ ജീവൻ രക്ഷപ്പെടും. നഗരം അഗ്നിക്കിരയാവുകയില്ല. നീയും നിന്റെ കുടുംബവും ജീവിക്കും. എന്നാൽ നീ ബാബിലോൺ രാജാവിന്റെ പ്രഭുക്കന്മാർക്ക് കീഴ്പ്പെടുന്നില്ലെങ്കിൽ ഈ നഗരം കൽദായരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. അവർ അത് ചുട്ടു ചാമ്പലാക്കും. അവരുടെ കൈകളിൽ നിന്ന് നീ രക്ഷപ്പെടുകയില്ല. സിദെക്കീയ രാജാവ് ജെർമിയായോട് പറഞ്ഞു, കൽദായർ തങ്ങളുടെ പക്ഷത്ത് ചേർന്നിരിക്കുന്ന യഹൂദരുടെ കൈകളിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ എന്നെ ഉപദ്രവിക്കുകയും ചെയ്തേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ജെർമിയ പറഞ്ഞു, നിന്നെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ഞാൻ നിന്നോട് പറയുന്ന കർത്താവിന്റെ വാക്ക് കേൾക്കുക. നിനക്ക് ശുഭം സംഭവിക്കും. നിന്റെ ജീവൻ സുരക്ഷിതമായിരിക്കും. എന്നാൽ നീ കീഴടങ്ങാൻ വിസമ്മതിച്ചാൽ ഇതാണ് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. യൂദാ രാജാവിന്റെ കൊട്ടാരത്തിൽ അവശേഷിച്ചിരുന്ന സ്ത്രീകളെ ബാബിലോൺ രാജാവിന്റെ പ്രഭുക്കന്മാരുടെ അടുക്കലേക്ക് കൊണ്ടുപോകും.
നിന്റെ വിശ്വസ്ത മിത്രങ്ങൾ നിന്നെ വഞ്ചിച്ചു, അവർ നിന്നെ തോൽപ്പിച്ചു. നിന്റെ കാൽ ചെളിയിൽ താണപ്പോൾ അവർ അകന്നുപോയി എന്ന് അവർ പറയും. നിന്റെ ഭാര്യമാരും മക്കളുമെല്ലാം കൽദായരുടെ അടുക്കലേക്ക് ആനയിക്കപ്പെടും. നീയും അവരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ബാബിലോൺ രാജാവിന്റെ കൈകളിൽ നീ ഏൽപ്പിക്കപ്പെടും. ഈ നഗരം അഗ്നിക്കിരയാക്കുകയും ചെയ്യും. സിദെക്കീയ ജെർമിയായോട് പറഞ്ഞു, ഇക്കാര്യം ആരും അറിയരുത്, എന്നാൽ നീ മരിക്കുകയില്ല. ഞാൻ നിന്നോട് സംസാരിച്ചുവെന്ന് പ്രഭുക്കന്മാർ നിന്റെ അടുക്കൽ വന്ന് നീ രാജാവിനോട് എന്തു പറഞ്ഞു, രാജാവ് നിന്നോട് എന്തു പറഞ്ഞു, ഒന്നും മറച്ചുവെക്കരുത്. എന്നാൽ ഞങ്ങൾ നിന്നെ വധിക്കുകയില്ല എന്ന് പറയുകയാണ് എങ്കിൽ ഞാൻ മരിച്ചു പോകാതിരിക്കാൻ എന്നെ ജോനഥാന്റെ ഭവനത്തിലേക്ക് തിരിച്ചയക്കരുത് എന്ന് രാജസന്നിധിയിൽ അപേക്ഷിക്കുകയായിരുന്നു എന്ന് അവരോട് പറയണം. പ്രഭുക്കന്മാർ ഒന്നിച്ചുകൂടി ജെറമിയായെ ചോദ്യം ചെയ്തു. രാജാവ് തന്നോട് കൽപ്പിച്ചതുപോലെ ജെറമിയ അവരോട് പറഞ്ഞു. അവർ അവനെ വിട്ടുപോയി. എന്തെന്നാൽ രാജാവ് നടത്തിയ സംഭാഷണം മറ്റാരും കേട്ടിരുന്നില്ല. ജെറുസലേം പിടിച്ചെടുക്കപ്പെട്ട നാൾ വരെ ജെറമിയ കാവൽപുര തളത്തിൽ വസിച്ചു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 39 അധ്യായം. ജെറുസലേമിന്റെ പതനം. യൂദാ രാജാവായ സിദെക്കീയായുടെ ഭരണത്തിന്റെ 9 വർഷം 10 മാസം ബാബിലോൺ രാജാവ് നെബൂഖദ്നേസർ തന്റെ സൈന്യം മുഴുവനോടും കൂടെ ജെറുസലേം വളഞ്ഞു. സിദെക്കീയായുടെ 11 വർഷം 4 മാസം 9 ദിവസം കോട്ട ഭേദിക്കപ്പെട്ടു. ജെറുസലേം പിടിച്ചടക്കിയ ശേഷം ബാബിലോൺ രാജാവിന്റെ പ്രഭുക്കന്മാർ സീൻമാർഗിലെ പ്രഭു നെർഗാൽഷരേസർ, കൊട്ടാരം വിചാരിപ്പുകാരൻ നെബുഷാസ് ഖാൻ, അതിർത്തി സൈന്യത്തിന്റെ നായകൻ നെർഗാൽഷരേസർ എന്നിവരെയും മറ്റു സേവകന്മാരെയും നഗരത്തിന്റെ മധ്യവാതുക്കൽ സമ്മേളിച്ചു. അവരെ കണ്ടപ്പോൾ സിദെക്കീയ രാജാവും യോദ്ധാക്കളും രാത്രിയിൽ കൊട്ടാരത്തിന്റെ ഉദ്യാനത്തിലൂടെ 2 മതിലുകൾക്കിടയിലൂടെയുള്ള വാതിലുകൾ കടന്ന് അരാബയിലേക്കുള്ള വഴി പലായനം ചെയ്തു. എന്നാൽ കൽദായ സൈന്യം അവരെ പിന്തുടർന്നു. ജെറീക്കോ സമതലത്തിൽ വെച്ച് സിദെക്കീയായെ വളഞ്ഞു തടവുകാരാക്കി. ഹമാത്ത് പ്രദേശത്ത് റിബ്ലായിൽ ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിന്റെ അടുക്കൽ കൊണ്ടുവന്നു. സിദെക്കീയായുടെ മേൽ അവൻ വിധി കൽപ്പിച്ചു. ബാബിലോൺ രാജാവ് അവിടെ വെച്ച് സിദെക്കീയ കാണെ അവന്റെ പുത്രന്മാരെയും പ്രഭുക്കന്മാരെയും വധിച്ചു. സിദെക്കീയായുടെ കണ്ണുകൾ ചൂഴ്ന്നു കളഞ്ഞ് ബാബിലോണിലേക്ക് കൊണ്ടുപോകാൻ അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചു. കൽദായർ രാജകൊട്ടാരവും ജനങ്ങളുടെ വീടുകളും ചുട്ടരിച്ചു. ജെറുസലേം മതിലുകൾ ഇടിച്ചു തകർത്തു. തന്റെ അടുക്കൽ അഭയം പ്രാപിച്ചവരെയും നഗരത്തിൽ അവശേഷിച്ചവരെയും സേനാനായകനായ നെബൂസർദാർ ബാബിലോണിലേക്ക് നാടുകടത്തി. എന്നാൽ സ്വന്തമായി ഒന്നുമില്ലാതിരുന്ന കുറെ ദരിദ്രരെ യൂദാദേശത്തു തന്നെ അവൻ പാർപ്പിച്ചു. അവർക്ക് മുന്തിരിത്തോട്ടങ്ങളും വയലുകളും നൽകി. ജെറമിയായുടെ മോചനം. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ സേനാനായകനായ നെബൂസർദാനോട് ജെറമിയായെക്കുറിച്ച് ഇപ്രകാരം കൽപ്പിച്ചു: നീ അവനെ കൊണ്ടുവന്ന് പരിരക്ഷിക്കുക. അവന് യാതൊരു ഉപദ്രവവും നേരിടരുത്. അവൻ ആവശ്യപ്പെടുന്നത് പോലെ നീ അവനെ വർത്തിച്ചു കൊള്ളണം. അതനുസരിച്ച് ബാബിലോൺ രാജാവിന്റെ അംഗരക്ഷകനായ നെബൂസർദാൻ, കൊട്ടാരം വിചാരിപ്പുകാരനായ നെബൂഷാസ് ഖാൻ, അതിർത്തി സൈന്യത്തിന്റെ നായകൻ നെർഗാൽഷസേർ എന്നിവരും മറ്റ് സേവകരും ചേർന്നു ആളയച്ചു. ജെറമിയായെ കാവൽപുരത്തളത്തിൽ നിന്ന് വരുത്തി. അവനെ ഷഫാന്റെ മകനായ അഹീക്കാമിന്റെ മകൻ ഗദാലിയായെ ഏൽപ്പിച്ചു. അവൻ ജെറമിയായെ തന്റെ വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ ജെറമിയ ജനത്തിന്റെ ഇടയിൽ വസിച്ചു. കാവൽപുരത്തളത്തിൽ ബന്ധനസ്ഥനായിരുന്നപ്പോൾ ജെറമിയായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി: നീ പോയി എത്യോപ്യക്കാരൻ എബെദ്-മെലെക്കിനോട് പറയുക, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ പറഞ്ഞിരുന്നതുപോലെ നന്മയല്ല തിന്മ ഈ നഗരത്തിന്റെ മേൽ ഞാൻ വരുത്താൻ പോകുന്നു. നിന്റെ കണ്ണുകൾ അത് കാണും. അന്ന് നിന്നെ ഞാൻ രക്ഷിക്കുമെന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. നീ ഭയപ്പെടുന്നവരുടെ കയ്യിൽ നിന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ഞാൻ നിന്നെ നിശ്ചയമായും രക്ഷിക്കും. നീ വാളിനിരയാവുകയില്ല. യുദ്ധസമ്മാനമായി നിന്റെ ജീവൻ സംരക്ഷിക്കപ്പെടും. എന്തെന്നാൽ നീ എന്നിൽ ആശ്രയിച്ചു.
കർത്താവ് അരുൾ ചെയ്യുന്നു. ജെർമിയ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം. ഗദാലിയ ഭരണാധിപൻ ജെറുസലേമിൽ നിന്നും യൂദയായിൽ നിന്നും ചങ്ങലകളാൽ ബന്ധിച്ച് ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയവരുടെ ഇടയിൽ നിന്ന് ജെർമിയായെ റാമായിൽ വെച്ച് സേനാനായകനായ നെബൂസരാദൻ സ്വതന്ത്രനാക്കി. അപ്പോൾ ജെർമിയായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. സേനാനായകൻ ജെർമിയായെ വിളിച്ചു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവ് ഈ സ്ഥലത്തിനെതിരെ ഈ അനർത്ഥങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. താൻ അരുളി ചെയ്തതുപോലെ കർത്താവ് എല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു. നിങ്ങൾ കർത്താവിനെതിരെ പാപം ചെയ്യുകയും അവിടുത്തെ വചനങ്ങൾ അവഗണിക്കുകയും ചെയ്തതിനാലാണ് ഇവയെല്ലാം നിങ്ങളുടെ മേൽ വന്നു ഭവിച്ചത്. ഇതാ, നിന്റെ കൈകളിൽ നിന്നു ഞാൻ ചങ്ങല അഴിച്ചു മാറ്റുന്നു. എന്നോടുകൂടെ ബാബിലോണിലേക്ക് പോരാൻ ഇഷ്ടമെങ്കിൽ വരിക, ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാം. ഇഷ്ടമില്ലെങ്കിൽ പോരേണ്ട. ഇതാ, ദേശം മുഴുവൻ നിന്റെ മുൻപിൽ. ഇഷ്ടമുള്ളിടത്തേക്ക് പോകാം. ഇവിടെ തന്നെ പാർക്കുന്നെങ്കിൽ യൂദയായിലെ പട്ടണങ്ങളുടെ ഭരണാധിപനായി ബാബിലോൺ രാജാവ് നിയമിച്ച ഷാഫാന്റെ മകനായ അഹീക്കാമിന്റെ മകൻ ഗദാലിയായുടെ അടുക്കലേക്ക് പോയി അവനോടൊപ്പം ജനത്തിന്റെ ഇടയിൽ വസിക്കുക. അല്ലെങ്കിൽ ഉചിതമെന്ന് തോന്നുന്നിടത്തേക്ക് പോയിക്കൊള്ളുക. നെബൂസരാദൻ ഭക്ഷണവും സമ്മാനവും നൽകി അവനെ യാത്രയാക്കി. ജെർമിയ മിസ്പായിൽ അഹിക്കാമിന്റെ മകൻ ഗദാലിയായുടെ അടുത്തേക്ക് പോയി ദേശത്ത് അവശേഷിച്ചിരുന്ന ജനത്തിന്റെ ഇടയിൽ അവനോടുകൂടെ വസിച്ചു. ബാബിലോൺ രാജാവ് അഹിക്കാമിന്റെ പുത്രൻ ഗദാലിയായെ ദേശത്തിന്റെ ഭരണാധികാരിയാക്കിയെന്നും ബാബിലോണിലേക്ക് നാടുകടത്താതെ ദേശത്ത് അവശേഷിച്ച പാവപ്പെട്ട സ്ത്രീ പുരുഷന്മാരെയും കുട്ടികളെയും അവനെ ഭരമേൽപ്പിച്ചുവെന്നും നാട്ടിൻപുറത്തുണ്ടായിരുന്ന പടത്തലവന്മാരെയും അവരുടെ ആളുകളും അറിഞ്ഞു. നെത്താനിയായുടെ പുത്രൻ ഇസ്മായേൽ, കരേയായുടെ പുത്രൻ യോഹന്നാൻ, തൻഹൂമേത്തിന്റെ പുത്രൻ സെരയ, നെത്തോഫാത്യനായ എഫയായുടെ പുത്രന്മാർ മക്കാത്യനായ യസാനിയ എന്നിവർ തങ്ങളുടെ ആളുകളോടൊപ്പം മിസ്പായിൽ ഗലാദിയരുടെ അടുക്കലേക്ക് പോയി. ഗലാദിയരുടെ അടുത്തേക്ക് ചെന്നു ഷാഫാന്റെ മകനായ അഹിക്കാമിന്റെ പുത്രൻ ഗലാദിയ അവരോട് ശപഥം ചെയ്തു പറഞ്ഞു, കൽദായർക്ക് കീഴ്പ്പെട്ടിരിക്കാൻ നിങ്ങൾ ഭയപ്പെടേണ്ട. ദേശത്ത് വസിച്ചുകൊണ്ട് ബാബിലോൺ രാജാവിന് സേവനം ചെയ്യുക. അത് നിങ്ങൾക്ക് നന്മയായി ഭവിക്കും. ഇങ്ങോട്ട് വരുന്ന കൽദായരുടെ മുൻപിൽ നിങ്ങളെ പ്രതിനിധീകരിക്കാൻ ഞാൻ മിസ്പായിൽ വസിക്കും. എന്നാൽ നിങ്ങൾ വീഞ്ഞും വേനൽക്കാല ഫലങ്ങളും എണ്ണയും പാത്രങ്ങളിൽ ശേഖരിച്ച് നിങ്ങൾ കൈവശമാക്കിയ നഗരങ്ങളിൽ വസിക്കുവിൻ. മൊവാബിലും അമ്മോന്യരുടെയും എദോമ്യരുടെയും ഇടയിലും മറ്റു ദേശങ്ങളിലും ഉണ്ടായിരുന്ന യഹൂദരും ബാബിലോണിലെ രാജാവ് യൂദയായിൽ കുറെ പേരെ അവശേഷിപ്പിച്ചിട്ടുണ്ടെന്നും ഷാഫാന്റെ മകനായ അഹീക്കാമിന്റെ പുത്രൻ ഗദാലിയായ അവരുടെ ഭരണാധിപനായി നിയമിച്ചുവെന്നും കേട്ടു. ഇതര ദേശങ്ങളിലേക്ക് ഓടിപ്പോയ യഹൂദർ അവിടെ നിന്ന് യൂദയായിലേക്ക് മിസ്പായിൽ ഗദാലിയായുടെ അടുത്ത് മടങ്ങി വന്നു. അവർ വീഞ്ഞും ഫലങ്ങളും സമൃദ്ധമായി ശേഖരിച്ചു. ഗദാലിയ വധിക്കപ്പെടുന്നു. ഒരിക്കൽ കരസേനരുടെ പുത്രൻ യോഹന്നാനും നാട്ടിൻപുറത്തുണ്ടായിരുന്ന പടത്തലവന്മാരും മിസ്പായിൽ ഗദാലിയയുടെ അടുത്തു വന്നു. അമ്മോന്യരുടെ രാജാവായ ബാലിസിനെ വധിക്കാൻ നെത്താനിയായുടെ പുത്രൻ ഇസ്മായേലിനെ അയച്ചിരിക്കുന്നത് നീ അറിഞ്ഞോ എന്ന് അവർ ചോദിച്ചു. എന്നാൽ അഹിക്കാമിന്റെ പുത്രൻ ഗദാലിയ അത് വിശ്വസിച്ചില്ല. അപ്പോൾ കരേയായുടെ പുത്രൻ യോഹന്നാൻ മിസ്പായിൽ വെച്ച് ഗദാലിയായോട് രഹസ്യമായി സംസാരിച്ചു. ഞാൻ പോയി നെത്താനിയായുടെ മകൻ ഇസ്മായേലിനെ കൊല്ലും. ആരും അറിയുകയില്ല. അവൻ നിന്നെ വധിക്കുകയും നിന്റെ അടുക്കൽ കുടിയിരിക്കുന്ന യഹൂദരെ ചിതറിക്കുകയും യൂദയായിൽ അവശേഷിക്കുന്നവരെ നശിപ്പിക്കുകയും ചെയ്യുന്നതെന്ത്? എന്നാൽ അഹിക്കാമിന്റെ പുത്രൻ അവനോട് പറഞ്ഞു, അരുത്. നീ ഇസ്മായേലിനെ പറ്റി പറയുന്നതെല്ലാം വ്യാജമാണ്. ജെർമിയ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം. അതേ വർഷം 7-ാം മാസം
എലീഷാമയുടെ മകൻ നെത്താനിയായുടെ പുത്രനും രാജവംശനും രാജാവിന്റെ സേവക പ്രമുഖരിൽ ഒരുവനുമായ ഇസ്മായേൽ 10 ആളുകളെയും കൂട്ടിക്കൊണ്ട് മിസ്പായിൽ അഹിക്കാമിന്റെ പുത്രൻ ഗദാലിയായുടെ അടുത്ത് ചെന്നു. അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്മായേലും കൂടെ ഉണ്ടായിരുന്ന 10 പേരും എഴുന്നേറ്റ് ഷഫാന്റെ പുത്രനായ അഹിക്കാമിന്റെ പുത്രനും ബാബിലോൺ രാജാവ് ദേശത്തിന്റെ ഭരണാധികാരിയായി നിയമിച്ചവനുമായ ഗദാലിയായെ വാൾ കൊണ്ടു വധിച്ചു. ഗദാലിയായോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന എല്ലാ യഹൂദരെയും കൽദായ യോദ്ധാക്കളെയും ഇസ്മായേൽ സംഹരിച്ചു. ഗദാലിയായെ വധിച്ചതിന്റെ പിറ്റേ ദിവസം, അത് പരസ്യമാകുന്നതിനു മുമ്പ്, ഷെക്കേം, ഷീലോ, സമരിയ എന്നിവിടങ്ങളിൽ നിന്ന് 80 പുരുഷന്മാർ മുഖം ക്ഷൗരം ചെയ്തും വസ്ത്രങ്ങൾ കീറിയും ശരീരത്തിൽ മുറിവേൽപ്പിച്ചും കർത്താവിന്റെ ആലയത്തിൽ കാഴ്ചകളും ധൂപവും സമർപ്പിക്കാൻ വന്നു. നെത്താനിയായുടെ പുത്രൻ ഇസ്മായേൽ മിസ്പായിൽ നിന്ന് അവരെ എതിരേൽക്കാൻ വലിച്ചുകൊണ്ടുവന്നു. അവരെ കണ്ടപ്പോൾ അഹിക്കാമിന്റെ പുത്രനായ ഗദാലിയായുടെ അടുക്കലേക്ക് വരുവൻ എന്ന് പറഞ്ഞു. അവർ നഗരത്തിലെത്തിയപ്പോൾ നെത്താനിയായുടെ മകൻ ഇസ്മായേലും കൂടെ ഉണ്ടായിരുന്നവരും ചേർന്ന് അവരെ വധിച്ചു ഒരു കിണറ്റിൽ എറിഞ്ഞു കളഞ്ഞു. എന്നാൽ അവരിൽ 10 പേർ ഇസ്മായേലിനോട്, ഞങ്ങളെ കൊല്ലരുത്, ഞങ്ങൾ ഗോതമ്പ്, ബാർലി, എണ്ണ, തേൻ എന്നിവ സംഭരിച്ച് വയലിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിനാൽ അവൻ അവരെ മറ്റുള്ളവരോടൊപ്പം വധിച്ചില്ല. ഇസ്മായേൽ കൊന്നവരുടെ ശരീരങ്ങൾ വലിച്ചെറിയപ്പെട്ട കിണർ ഇസ്രായേൽ രാജാവായ ബാഷായെ ഭയന്ന് ആസാ രാജാവ് സ്വരക്ഷയ്ക്ക് വേണ്ടി നിർമ്മിച്ചതായിരുന്നു. നെത്താനിയായുടെ മകനായ ഇസ്മായേൽ അത് മൃതദേഹങ്ങൾ കൊണ്ട് നിറച്ചു. അതിനുശേഷം അവൻ മിസ്പായിൽ അവശേഷിച്ച എല്ലാവരെയും രാജകുമാരികളെയും നായകനായ നെബൂസർദാൻ അഹിക്കാമിന്റെ മകനായ ഗദാലിയായെ ഏൽപ്പിച്ചവരിൽ അവശേഷിച്ചവരെയും തടവുകാരാക്കി അമ്മോന്യരുടെ അടുക്കലേക്ക് പുറപ്പെട്ടു. നെത്താനിയായുടെ മകൻ ഇസ്മായേൽ വരുത്തിവെച്ച അനർത്ഥങ്ങൾ കരയായുടെ മകൻ യോഹന്നാനും പടത്തലവന്മാരും അറിഞ്ഞു. അവർ യോദ്ധാക്കളെയും കൂട്ടി ഇസ്മായേലിനെതിരെ പുറപ്പെട്ടു. ഗിബയോനിലുള്ള വലിയ കുളത്തിനരികിൽ വെച്ച് അവനുമായി ഏറ്റുമുട്ടി. കരയായുടെ പുത്രനായ യോഹന്നാനെയും പടത്തലവന്മാരെയും കണ്ടപ്പോൾ ഇസ്മായേലിന്റെ കൂടെയുണ്ടായിരുന്നവർ അത്യധികം സന്തോഷിച്ചു. മിസ്പായിൽ നിന്നും തടവുകാരായി കൊണ്ടുപോയ എല്ലാവരും ഇസ്മായേലിനെ വിട്ട് കരയായുടെ മകൻ യോഹന്നാനോട് ചേർന്നു. എന്നാൽ ഇസ്മായേൽ 8 പേരോടൊപ്പം യോഹന്നാനിൽ നിന്ന് രക്ഷപ്പെട്ട് അമ്മോന്യരുടെ അടുത്തേക്ക് ഓടിപ്പോയി. ഗദാലിയായെ വധിച്ചതിന് ശേഷം ഇസ്മായേൽ മിസ്പായിൽ നിന്നും തടവുകാരായി കൊണ്ടുവന്ന യോദ്ധാക്കളെയും സ്ത്രീകളെയും കുട്ടികളെയും ഷണ്ഡന്മാരെയും യോഹന്നാനും പടത്തലവന്മാരും കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ ബെത്ലഹേമിന് സമീപം കിംഹ താവളത്തിൽ താമസിച്ചു. അവർ ബെത്ലഹേമിന് സമൂഹം ഹിംസ താവളത്തിൽ താമസിച്ചു. ഈജിപ്തിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ദേശത്തെ ഭരണാധികാരിയായി ബാബിലോൺ രാജാവ് നിർമ്മിച്ച ഗദാലിയായെ ഇസ്മായേൽ വധിച്ചതിനാൽ അവർ കൽദായരെ ഭയപ്പെട്ടു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.